നവമി ദിനേശ് ആശുപത്രി പരിസരത്തുണ്ട്. നവമി, ഇപ്പോൾ ഈ 26 ശരീരഭാഗങ്ങളുണ്ട്. അത് ആരുടെയൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയണം. മറ്റ് തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാകണം. രാവിലെ നവമി നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബന്ധുക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. ചില മൃതദേഹങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ അവസ്ഥ എന്താണ്? ആശുപത്രിയിൽ ഈ DNA പരിശോധനയ്ക്കടക്കമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചോ? രാവിലെ മുതൽ തന്നെ DNA പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ മൃതദേഹം ആളുകൾക്ക്, അതായത് ബന്ധുക്കൾക്ക് വിട്ട് നൽകുന്ന ഒരു പ്രക്രിയയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് 9 മൃതദേഹങ്ങളാണ് മോർച്ചറിയിലുള്ളത്. അതിൽ 7 പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അത് സുദർശൻ, പഴയന്നൂർ സ്വദേശി 54 വയസ്സുകാരൻ സുദർശൻ, 54 വയസ്സുകാരൻ വാസുദേവൻ, പാലക്കാട് സ്വദേശിയാണ്, 40 വയസ്സുള്ള സുവിൻ, തൃശൂർ സ്വദേശി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇടപ്പാർ സ്വദേശി മണികണ്ഠൻ 60 വയസ്സ്, കോട്ടപ്പുറം സ്വദേശി മണികണ്ഠൻ 33 വയസ്സ്. ഇയാൾ ദേശക്കാരനാണ്. ഇദ്ദേഹത്തിന്റെ സംസ്കാരം അല്പസമയം മുമ്പ് നടക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വിജയൻ എടപ്പാൾ സ്വദേശിയാണ്, 60 വയസ്സ്. ഒപ്പം തന്നെ ചിറക്കൽ സ്വദേശി ബിജീഷിന്റെ മൃതദേഹവും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതായത് രണ്ട് കുടുംബക്കാർ വന്നിട്ട് അത് തങ്ങളുടെ മൃതദേഹമാണെന്ന് ഒക്കെ പറയുന്നുണ്ട്. അതെന്തായാലും DNA പരിശോധനയൊക്കെ നടത്തേണ്ടി വരും. അങ്ങനെ ആണ് ഇത്തരത്തിലുള്ള മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതും കൈമാറിയിട്ടിരിക്കുന്നതും തിരിച്ചറിഞ്ഞതുമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 32 ശരീരഭാഗങ്ങളാണ് ഈ മോർച്ചറിയിലുള്ളത്. അതിനി ആളുകൾ വരുന്ന മുറയ്ക്ക്, ഈ തങ്ങളുടെ ബന്ധുക്കളെ കാണാനില്ല എന്ന് പറഞ്ഞ് വരുന്ന മുറയ്ക്ക് മൃതദേഹം DNA പരിശോധന അടക്കം നടത്തിയതിനു ശേഷം കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇവരുടെ ബന്ധുക്കളാണ്. അവർ കാത്തു നിൽക്കുകയാണ്. ഇതിൽ മൃതദേഹം സ്വീകരിക്കാൻ എത്തിയവരുണ്ട്, തിരിച്ചറിയാൻ എത്തിയവർ ഒക്കെയുണ്ട്. ചേട്ടാ, അപകടത്തിലുള്ളതല്ല, വേറൊരു കേസാ ഇവിടെ. എന്നാലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹം ഓരോന്നായിട്ട്, അതായത് DNA പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ബന്ധുക്കളും എത്തിയിട്ടുണ്ട്. അതനുസരിച്ച് പരിശോധന പൂർത്തിയായ ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന ഒരു സാഹചര്യമുള്ളത്. ഇതങ്ങനെ മറ്റ് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളും ഒക്കെ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്, ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടവും ഒക്കെ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും രഞ്ജിത്ത്, ഇങ്ങനെയാണ് ഈ മോർച്ചറിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് അനുസരിച്ച് തന്നെ ബന്ധുക്കൾ വരുന്നതനുസരിച്ച് തന്നെ ഓരോ മൃതദേഹങ്ങൾ കാണിക്കുകയും അതിൽ ഈ പറയുന്ന പോലെ അവർ ഒരു സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പിന്നീട് DNA പരിശോധന നടത്തുന്നു. എല്ലാം വളരെ വേഗത്തിൽ തന്നെയാണ് നടക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ ഓരോ ശരീരഭാഗങ്ങളായിട്ട് മാത്രമാണ് ചിലതൊക്കെ ഇവിടേക്ക് എത്തുന്നത്. അധിക ദിവസം വെക്കാൻ കഴിയില്ല. ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകളെ തിരിച്ചറിയുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം ആദ്യം DNA പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് കൈമാറുക. അതിനു വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരോടൊക്കെ പ്രതികരണം ചോദിക്കുന്നതിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. വിഷ്ണുവിന്റെ ബന്ധുക്കളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. അവർ മൃതദേഹം തിരിച്ചറിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. വളരെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പലരുടെയും ഈ ശരീരാവശിഷ്ടങ്ങൾ മാത്രമാണുള്ളത്. അത് കണ്ടെത്തുക, അത് തിരിച്ചറിയുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. രാവിലെ നമ്മൾ മണികണ്ഠന്റെ കുടുംബത്തോട് സംസാരിച്ചപ്പോൾ അവർ മണികണ്ഠനെ തിരിച്ചറിഞ്ഞത് കയ്യിൽ കെട്ടിയിരുന്ന ഏലസും അതുപോലെ ലോട്ടറി മേടിക്കുന്ന ഒരാളാണ്. ആ വസ്ത്രത്തിൽ ലോട്ടറി ഉണ്ടായിരുന്നു, ഒപ്പം ഒരു തോർത്തും ഉണ്ടായിരുന്നു. ഇതായിരുന്നു അന്ന് അവർക്ക് ഈ മണികണ്ഠനെ തിരിച്ചറിയാനായി അവർക്ക് ഉണ്ടായിരുന്ന ഒരു തിരിച്ചറിയൽ എന്ന് പറയുന്നത്, ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അതുപോലെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. കാരണം ശരീരാവശിഷ്ടങ്ങൾ ചിലതൊക്കെ മാത്രമാണ് ഇവിടേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും പരമാവധി വേഗത്തിൽ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇവിടെയും സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ആളുകളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ പരിക്കേറ്റവരെ ഉൾപ്പെടെ
പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ കൂടി പറഞ്ഞാൽ അതിൽ ഈ ലൈസൻസുകാരനായിട്ടുള്ള സതീഷിന്റെ നില അല്പം ഗുരുതരമെന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. 70% പൊള്ളലേറ്റ അദ്ദേഹം ഇപ്പോഴും ICUവിൽ തന്നെയാണ്. വളരെ ഗുരുതരമായിട്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പോകുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ആളുകളുടെ കാര്യം കൂടി, അതായത് ഇപ്പോൾ ആശുപത്രിയിലുള്ളതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. 13 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അവരും ഭേദമായി കഴിഞ്ഞാൽ ഉടനെ അവർക്ക് വീട്ടിൽ പോകാനായി സാധിക്കുകയും ചെയ്യും. എങ്കിൽ പോലും ഈ 6 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി നിൽക്കുന്നത്. അതിൽ ബാബു 56 വയസ്സുകാരൻ ബാബു, 30 വയസ്സുകാരൻ രാകേഷ്, ഒപ്പം സതീഷ്, ഈ ലൈസൻസി ആയിട്ടുള്ള സതീഷ് വെന്റിലേറ്ററിലാണ്. പ്രവീൺ വെന്റിലേറ്ററിലാണ്. പ്രവീണിന്റെ ഒരു സർജറി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. സർജറി കഴിഞ്ഞ് വീണ്ടും വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ 6 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി സംഘം മെഡിക്കൽ കോളേജിലെത്തി, 7 അംഗ സംഘം മെഡിക്കൽ കോളേജിലെത്തി. അതുകൊണ്ട് തന്നെ വേഗം നടപടിക്രമങ്ങളെല്ലാം വേഗം പൂർത്തിയാക്കുവാനും അല്ലെങ്കിൽ വേഗത്തിലാക്കാനുമൊക്കെ കൂടുതൽ സംഘങ്ങൾ എത്തിയതോടുകൂടി സഹായകമായി. നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, VM സുധീരനടക്കമുള്ള നേതാക്കൾ അവിടെ എത്തി ഈ ആളുകൾക്കുള്ള നഷ്ടപരിഹാര തുക ഉയർത്തണമെന്നൊരാവശ്യമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇത് ഈ സമയത്ത് പഴിചാരലല്ല, എത്രയും വേഗം ആളുകൾക്ക് തങ്ങളുടെ ബന്ധുക്കൾ ഈ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്നും മടങ്ങിയത്. എന്തായാലും വളരെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണം തന്നെയാണ് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. ചികിത്സയിലുള്ളവരുടെ കാര്യമെല്ലാം കൃത്യമായി തന്നെ അവർ നോക്കുന്നുണ്ട്. എത്രയും വേഗം അവരെ രക്ഷിക്കുക എന്നൊരു ഉദ്യമം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും മോർച്ചറിയിൽ നിന്നും നമുക്ക് ഇത്തരം വിവരങ്ങളാണ് നൽകാൻ കഴിയുന്നത്. ഇനിയും ആളുകളെ തിരിച്ചറിയേണ്ടതുണ്ട്, ബന്ധുക്കൾക്ക് കൈമാറേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള DNA പരിശോധന അടക്കം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, നവമിയാണ് ആശുപത്രി പരിസരത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം വലിയ നാശനഷ്ടമാണ് സമീപ പ്രദേശത്തുമുണ്ടാക്കിയത്. വീടുകളുടെ മേൽക്കൂരയും ജനലുമെല്ലാം വെടിക്കെട്ടിന്റെ പ്രകമ്പനത്തിൽ തകർന്നു. അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല പ്രദേശവാസികൾ ഇപ്പോഴും. CV അനുമോദിന്റെ റിപ്പോർട്ട്. വെടിക്കെട്ട് പുര നിന്നിരുന്ന മുണ്ടത്തിക്കോടിന് അടുത്തുള്ള മുണ്ടുപറമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ മുണ്ടത്തിക്കോടിന് ഏകദേശം ഒരു 150-200 മീറ്റർ അകലെയാണ് ഈ വെടിക്കെട്ട് പുരയുള്ളത്. ആ വെടിക്കെട്ട് പുരയിലുണ്ടായ വലിയ സ്ഫോടനം അത് ഈ മേഖലയിലെ വീടുകളെല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ട്. ഓടിട്ട വീടുകളുടെ മേൽക്കൂര, അതിലെ ഓട് മുഴുവൻ വീഴുക, വിണ്ട് കീറിയ ഭിത്തികൾ, അതുപോലെ തന്നെ വീടുകളാണെങ്കിൽ വീടുകളിൻ്റെ ജനൽ ചില്ലുകളൊക്കെ പൊട്ടിയ അവസ്ഥയിൽ അങ്ങനെ വലിയ ഒരു നാശനഷ്ടമാണ് ഈ ദുരന്തം ഈ മേഖലയ്ക്ക് ഉണ്ടാക്കിയത്. നമുക്ക് ഇവിടുത്തുകാരായ ആളുകൾ അവരുടെ വീടുകളിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.